ഹായ് കൂട്ടുകാരെ, ഓണപരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഇനി വരുന്ന ദിവസം EVS ആണ്. 3ാം ക്ലാസ്സിലെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ചെയ്തതാണ് ഈ ഒരു EVSൻ്റെ ചോദ്യമാതൃക. അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വെറും 3 പേജിൽ 2.5 പാഠത്തെ ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളുമാണ് ഞാനിതിൽ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 3 പേജ് ചോദ്യവും ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ EVSൻ്റെ ഏകദേശം ചോദ്യങ്ങൾക്കും കൂട്ടുകാർക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ആദ്യം തന്നെ ഞാൻ ഔഷധികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധികൾ. അതിൽ 2 ഉദാഹരണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്: ചീരയും നേന്ത്രവാഴയും. ചീരയും നേന്ത്രവാഴയും ഔഷധികളാണ്. സ്പിനാച്ച്, ബനാന, ഇത് രണ്ടും ഹെർബ്സ് ആണ്. പിന്നീട് നമ്മൾ പോകുന്നത് ഷ്രബ്സിലേക്കാണ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ഹിബിസ്കസും റോസും കുറ്റിച്ചെടികളാണ്. ഹിബിസ്കസും റോസും ഷ്രബ്സാണ്. ചെമ്പരത്തിയും റോസും കുറ്റിച്ചെടികളാണ്. അടുത്തതായിട്ട് മരങ്ങൾ കൂട്ടുകാർക്ക് ധാരാളം അറിയാമല്ലോ. തെങ്ങും മാവും ഒക്കെ മരങ്ങളാണല്ലേ. കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് ഹെർബ്സിന് 2 ഉദാഹരണം, ഷ്രബ്സിന് 2 ഉദാഹരണം, ട്രീക്ക് 2 ഉദാഹരണം. അടുത്തതായി നമ്മൾ പോകുന്നത് കാർണിവോഴ്സ്, ഹെർബിവോഴ്സ്, ഓംനിവോഴ്സ് എന്നിവയിലേക്കാണ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ മാംസം തിന്നുന്ന ജീവികൾ. എളുപ്പമല്ലേ? ലയണും ടൈഗറും മാംസം തിന്നുന്ന ജീവികളാണ്. സിംഹവും കടുവയും. പിന്നീട് ഇവിടെ കാണുന്നത് ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ മാത്രം തിന്നുന്നവ. ഉദാഹരണം ആനയും പശുവും, എലിഫൻ്റ് ആൻഡ് കൗ. രണ്ടും തിന്നുന്ന ജീവികളെ നാം ഓംനിവോഴ്സ് എന്ന് പറയുന്നു. മിശ്രഭോജികൾ എന്ന് പറയുന്നു ക്യാറ്റും ഹ്യൂമൻസും. പൂച്ചയും മനുഷ്യരൊക്കെ ഓംനിവോഴ്സിൽ പെടുന്നു, മിശ്രഭോജികളിൽ പെടുന്നു. ഇപ്പോൾ കൂട്ടുകാർ പഠിച്ചത് കാർണിവോഴ്സ് മാംസഭോജികൾ, ഹെർബിവോഴ്സ് സസ്യഭോജികൾ, ഓംനിവോഴ്സ് മിശ്രഭോജികൾ. അവർക്ക് ഈ 2 ഉദാഹരണങ്ങളും പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി പഠിക്കാൻ പോകുന്നത് വൈൻ പ്ലാന്റ്സ് ആണ്. വള്ളിച്ചെടികൾക്ക് ഉദാഹരണമാണ് മത്തനും വെള്ളരിയും, പമുക്കിനും കുക്കുംബറും. വാട്ടർ പ്ലാന്റ്സ്, വെള്ളത്തിൽ വളരുന്ന ചെടികളെയാണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ലോട്ടസും വാട്ടർ ലില്ലിയും, താമരയും ആമ്പലും. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്, ചില ചെടികളൊന്നും പൂക്കാറില്ല. അവയെ നമ്മൾ പൂക്കാത്ത ചെടികൾ അല്ലെങ്കിൽ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഫേൺ, മോസ്. അത് പ്രത്യേകം പഠിക്കണേ കൂട്ടുകാർ. ഫേൺ, മോസ്, അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഫേൺ എന്ന് പറഞ്ഞാൽ പന്നൽ ചെടി, മോസ് എന്ന് പറഞ്ഞാൽ പായൽ. നോക്കൂ മക്കളെ, പ്ലാന്റ്സ് ഫ്രം സീഡ്സ്, വിത്തുകളിൽ നിന്നും ചെടികൾ മുളയ്ക്കും അല്ലേ. പ്ലാന്റ്സ് ഫ്രം ലീവ്സ്, ഇലകളിൽ നിന്നും ചെടികൾ മുളയ്ക്കും അത്രേ. ഫ്രം റൂട്ട്സ്, വേരുകളിൽ നിന്നും ചെടികൾ മുളയ്ക്കും. അവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ. കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, പീ, ഇതെല്ലാം വിത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. ഇവ മാത്രമല്ല, ഒരുപാട് സസ്യങ്ങൾ വിത്തിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. നമുക്കിപ്പോൾ 3 എണ്ണം പഠിക്കാം. കോക്കനട്ട് ട്രീ ഉണ്ടാവുന്നത് കോക്കനട്ട് എന്ന വിത്തിൽ നിന്നാണ്, തേങ്ങയിൽ നിന്നാണ്. മാംഗോ ട്രീ ഉണ്ടാവുന്നതോ മാങ്ങയുടെ വിത്തിൽ നിന്നാണ് അല്ലേ. ആ മാങ്ങ അണ്ടിയിൽ നിന്നാണ് മാങ്ങ മരം വളരുന്നത്, മാവ് വളരുന്നത്. പീ, പയറിൻ്റെ വിത്തിൽ നിന്നാണ് പയറുണ്ടാവുന്നത്. അപ്പോൾ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികളാണ് കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, പീ പ്ലാന്റ്. പ്ലാന്റ്സ് ഫ്രം ലീവ്സ്, ഇലകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് ചെടികൾ. ഏതൊക്കെയാണ്? മിറാക്കിൾ ലീഫ്, സ്നേക്ക് പ്ലാന്റ്, നിശാഗന്ധി. മിറാക്കിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഇലമുളച്ചി. സ്നേക്ക് പ്ലാന്റ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, പാമ്പിനെ പോലെയുള്ള ഒരു ചെടിയാണത്. നിശാഗന്ധി രാത്രി വിരിയുന്ന മനോഹര മണമുള്ള ഒരു പൂവാണ് നിശാഗന്ധി. അപ്പോൾ ഇതൊക്കെ ഇലയിൽ നിന്നുമാണ് പൊട്ടിമുളയ്ക്കുന്നത്. ഫ്രം റൂട്ട്സ്, വേരിൽ നിന്നും ചെടികൾ ഉണ്ടാവുന്നുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ, കറി ലീഫ്, ബ്രെഡ് ഫ്രൂട്ടൊക്കെ വേരിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. മധുരക്കിഴങ്ങ്, കറിവേപ്പില, ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കടച്ചക്ക, ഇതൊക്കെ ഉണ്ടാകുന്നത് വേരിൽ നിന്നുമാണ്. ഇതുകൂടാതെ കൂട്ടുകാർക്ക് ഒരു കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്.
റൂട്ടിൽ നിന്നും, ലീവ്സിൽ നിന്നും, സീഡ്സിൽ നിന്നും അല്ലാതെ സ്റ്റെമ്മിൽ നിന്നുകൂടി ചെടികൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുമല്ലോ. തണ്ട് മുറിച്ച് കുത്തിയാൽ അമച്ചു പൊട്ടുന്ന ചെടികൾ അല്ലേ, മുരിങ്ങ, ചെമ്പരത്തി, റോസ് ഒക്കെ നമ്മൾ തണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെടികളാണെന്ന് കൂടി മനസ്സിലാക്കുമല്ലോ. ഇനി നോക്കൂ, വളരെ എളുപ്പത്തിൽ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. എന്താണ് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ, എന്താണ് ലീഫിൻ്റെ ഫങ്ഷൻ, എന്താണ് റൂട്ടിൻ്റെ ഫങ്ഷൻ. തണ്ട് എന്താണ് ചെയ്യുന്നത്? ക്യാരീസ് ഫുഡ് അല്ലേ, ഫുഡ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു എല്ലാ ഭാഗത്തും. ലീഫ് എന്താണ് ചെയ്യുന്നത്? പ്രിപ്പയേഴ്സ് ഫുഡ്, ആഹാരം ഉണ്ടാക്കുന്നു. ചെടിയുടെ അടുക്കളയാണ് ലീഫ്, ഇല. നമ്മൾ അമ്മമാരല്ലേ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്, അതുപോലെ ചെടിയുടെ പാചകമൊക്കെ ചെയ്യുന്നത് ലീഫാണ്, ഇലയാണ്. റൂട്ട് അബ്സോർബ്സ് ഫുഡ്, മണ്ണിൽ നിന്നും ധാതുലവണങ്ങളും വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഫുഡ് വലിച്ചെടുക്കലാണ് ആരുടെ പണി? റൂട്ടിൻ്റെ പണി, വേരിൻ്റെ പണി. അപ്പോൾ കൂട്ടുകാർ ഇത്രയും പഠിച്ചു വയ്ക്കുക. സ്റ്റെം ക്യാരീസ് ഫുഡ്, ലീഫ് പ്രിപ്പയേഴ്സ് ഫുഡ്, റൂട്ട് അബ്സോർബ്സ് ഫുഡ്. ഇത് മൂന്നും പരീക്ഷയ്ക്ക് വരാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ലീഫാണ്. ഇലയുടെ പ്രത്യേകതകൾ. കുറേ ചെടികൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഈ ചെടികളുടെയൊക്കെ ഇലകളുടെ പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത്, അത് പഠിക്കണേ. തുമ്പ, ലോങ് ആൻഡ് ടാപ്പറിങ്, നീളമുള്ള ഇലയാണ്, അറ്റം കൂർത്ത ഇലയാണ്, ലോങ് ആൻഡ് ടാപ്പറിങ്. റോസിൻ്റെയോ വേവി മാർജിൻ, അലകൾ പോലെ, തിരമാലകൾ പോലെയുള്ള മാർജിനുള്ള ചെടിയാണ്, വേവി മാർജിനുള്ള ചെടിയാണ് റോസ്. ജാസ്മിൻ ഓവൽ ഷേപ്പ്ഡ്, വട്ടവുമല്ല നീളവുമല്ല, ഓവൽ ഷേപ്പുള്ള ഒരു ചെടിയാണ്, ഇലയാണ് ജാസ്മിൻ്റെ ഇല, മുല്ലയുടെ ഇല. മാംഗോ ട്രീയുടെ ഇലയാണെങ്കിലോ ലോങ് ആൻഡ് നാരോ ആണ്, ഇടുങ്ങിയതും നീളമുള്ളതുമാണ്. ഹിബിസ്കസ് ചെമ്പരത്തിയുടെ ഇലയോ വേവി മാർജിൻ, ഇങ്ങനെ ഇളകി ഇളകി അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇളകി ഇളകിയുള്ള ഒരു മാർജിനുള്ള ഇലയാണ്. നീം ലീഫ് വേപ്പിൻ്റെ ഇലയോ അതും വേവി മാർജിനാണ് അല്ലേ, സ്മാളുമാണ്, വളരെ ചെറുതാണ്. ടീക്ക് ലീഫ് തേക്കിൻ്റെ ഇലയോ തിക്ക് ലീഫാണ്, നല്ല കട്ടിയുള്ള വലിപ്പമുള്ള ഇലയാണ് ടീക്ക് ലീഫ്. ജാക്ക് ട്രീ ലീഫോ അത് ഡാർക്ക് ഗ്രീനിലാണ് നമ്മൾ കാണപ്പെടുക അല്ലേ, പ്ലാവിൻ്റെ ഇലയ്ക്ക് ഒരു കടുത്ത പച്ചയാണ്. ലോട്ടസ് ലീഫോ ബ്രോഡ് ആൻഡ് റൗണ്ട്, വീതിയുള്ള വൃത്താകൃതിയുള്ള ഇലയാണ് താമരയുടെ ഇല. പി തിക്ക് ലീഫ് കട്ടിയുള്ള ഒരു ഇലയാണ് പയറിൻ്റെ ഇല, അത് നമ്മുടെ ശരീരത്തിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല മൂർച്ച ഉണ്ടാവും നമുക്ക്. കൊലോക്കേസിയ ചേമ്പിൻ്റെ ആണെങ്കിലോ ബ്രോഡ് ആൻഡ് റൗണ്ട്, വലുപ്പത്തിലുള്ളതാണ് അല്ലേ. അതുപോലെ യാം ചേനയ്ക്കോ ലാർജാണ്, ഡീപ്ലി ഡിവൈഡഡ് ആണ്, ചേനയുടെ ഇല ഇങ്ങനെ ഭാഗിച്ചാണ് ഉള്ളത്. കോമ്പൗണ്ട് ലീഫ് പടർന്ന് പോകുന്ന ഒരു തരം ഇലയാണ് ചേനയ്ക്കുള്ളത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ലീഫ് പഠിച്ചുവല്ലോ. ഇലകളുടെ എല്ലാം പ്രത്യേകതകൾ കൂട്ടുകാർ പഠിച്ചു വയ്ക്കണേ. ഇലകളുടെ പ്രത്യേകതയൊക്കെ പഠിച്ചല്ലോ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഗുണങ്ങൾ എന്തൊക്കെ? ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്, ചെടികളുടെ ഗുണങ്ങൾ എന്തൊക്കെ നോക്കാം. ഗീവ്സ് ഹണി, തേന് തരുന്നു. ഗീവ്സ് സീഡ്സ്, വിത്ത് തരുന്നു. സ്പ്രെഡ്സ് ഫ്രാഗ്രൻസ്, മണം പരത്തുന്നു. യൂസ്ഡ് ആസ് മെഡിസിൻ, മരുന്നിന് ഉപയോഗിക്കുന്നു. ഇനി പ്ലാന്റ്സോ ഗീവ്സ് ഫുഡ്, നമുക്കുള്ള ആഹാരം തരുന്നു. ഗീവ്സ് ഫർണിച്ചർ, നമുക്കുള്ള ഫർണിച്ചറുകളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തടി തരുന്നു. ഗീവ്സ് ഷെൽട്ടർ, തണൽ തരുന്നു. ഗീവ്സ് ഓക്സിജൻ, നമ്മുടെ ജീവവായു തരുന്നത് പോലും ആരാണ്? പ്ലാന്റ്സ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബ്ലൂംസ് വൺസ് ഇൻ 12 years, 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടി ഏതാണ്? യെസ്, നീലക്കുറിഞ്ഞി. ബിഗ്ഗസ്റ്റ് അനിമൽ, ഏറ്റവും വലിയ അനിമൽ ഏതാണ് ലോകത്തിലെ? ബ്ലൂ വെയിൽ, നീലത്തിമിംഗലമാണ് വലിയ അനിമൽ. കരയിലെയോ? കരയിലെ ആനയാണെന്ന് മറക്കരുതേ. ഫീച്ചേഴ്സ് ഓഫ് ഹെർബ്, ഷ്രബ്, ട്രീ, ഉറപ്പായ ചോദ്യമാണത്. എന്തൊക്കെയാണ് ഹെർബിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഷ്രബിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ട്രീയുടെ പ്രത്യേകത? യെസ്, സോഫ്റ്റ് സ്റ്റെമ്മായിരിക്കും ഹെർബിന്, ഔഷധികൾക്ക് ബലം കുറഞ്ഞ തണ്ടായിരിക്കും. ഹാർഡ് സ്റ്റെമ്മായിരിക്കും ഷ്രബിന്, കുറ്റിച്ചെടിക്ക് ഒന്നും കൂടി ബലം കൂടും. വെരി ഹാർഡ് സ്റ്റെം, വളരെ കട്ടി കൂടിയതാണ് തടിയാണ് മരങ്ങൾക്കുള്ളത്. ഫ്യൂ മന്ത്സ് ഓഫ് ലൈഫ്, കുറച്ച് മാസങ്ങളേ ഉള്ളൂ ജീവിതം
ഹെർബിന്. എ ഫ്യൂ ഇയേഴ്സ് ഓഫ് ലൈഫ്, കുറച്ചും കൂടി വർഷങ്ങൾ നിലനിൽക്കും കുറ്റിച്ചെടികൾ. ലോങ് ഇയേഴ്സ് ഓഫ് ലൈഫ്, ഒരുപാട് കാലം നിലനിൽക്കും ട്രീ. സ്മാൾ ഇൻ സൈസ്, ഓഷധികൾ അഥവാ ഹെർബ് സ്മാളായിരിക്കും. അപ്പോൾ ഷ്രബുകളോ ബിഗ് ഇൻ സൈസ്, കുറച്ചൊക്കെ വലിപ്പമുണ്ടായിരിക്കും. ട്രീയോ വെരി ബിഗ് സൈസ്, വളരെ വലിപ്പത്തിൽ ആയിരിക്കും. അത് ഉറപ്പായി വരുന്ന ചോദ്യമാണ്, ഉറപ്പായിട്ടും പഠിക്കണം. ഫീച്ചേഴ്സ് ഓഫ് ഹെർബ്, ഫീച്ചേഴ്സ് ഓഫ് ഷ്രബ്, ഫീച്ചേഴ്സ് ഓഫ് ട്രീ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒരേ കളറിൽ കാണുന്ന പൂച്ചെടികളില്ലേ? യെസ്, അതാണ് ജാസ്മിൻ, തുമ്പ, നീലക്കുറിഞ്ഞി, നിശാഗന്ധി. മുല്ലയും തുമ്പയും നീലക്കുറിഞ്ഞിയും നിശാഗന്ധിയും ഒക്കെ ഒരേ കളറിലാണ് കാണപ്പെടുന്നത്. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്കൊക്കെ വെള്ള നിറമുണ്ട് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കണേ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, പല കളറിൽ കാണുന്ന പൂക്കളും ഉണ്ടല്ലോ. അവ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ലോട്ടസ്, മാരിഗോൾഡ്, റോസ്. ഇതൊക്കെ എന്താണ്? പല കളറിൽ കാണപ്പെടുന്ന പൂക്കളാണ്. ചെമ്പരത്തി, താമര, ജമന്തി, പനിനീർ, റോസ്, ഇതൊക്കെ പല കളറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേജ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ പേജാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 2 നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? ഗോട്ട്, ഹെൻ, കൗ, ഹോഴ്സ്, ഡോഗ്. നമ്മുടെ വളർത്തു മൃഗങ്ങളാണ് ആട്, കോഴി, പശു, കുതിര, നായ. ഇനി ഇവരെ കൊണ്ടുള്ള നേട്ടങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബെനിഫിറ്റ്സ്. ഗോട്ട് നമുക്ക് എന്ത് തരുന്നു? മിൽക്കും മീറ്റും തരുന്നു. പാലും ഇറച്ചിക്കും നമ്മൾ ആടിനെ ഉപയോഗിക്കുന്നു. ഗിവ്സ് മിൽക്ക്, ഗിവ്സ് മീറ്റ്. പോരാത്തതിനോ അഗ്രികൾച്ചറിന് ഉപയോഗിക്കും, കൃഷിക്ക് ഉപയോഗിക്കും. അതെങ്ങനെ? ആടിൻ്റെ കാഷ്ടം നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കും. ഹെന്നോ, കോഴി നമുക്ക് എഗ്സ്, മുട്ടകൾ തരുന്നു. മീറ്റ്, ഇറച്ചി തരുന്നു. ക്യൂരിയോസിറ്റി, നമുക്കൊരു കൗതുകത്തിന് വേണ്ടിയും കോഴികളെ നമ്മൾ വളർത്തുന്നു. കൗ, പശുവോ മിൽക്ക് തരുന്നു, മീറ്റ് തരുന്നു, കൃഷിക്കും പറ്റും. ഹോഴ്സോ ട്രാവലിംഗ്, അതായത് നമ്മൾ റൈഡ് ചെയ്ത് പോവില്ലേ, യാത്ര ചെയ്ത് പോവും. പിന്നെയോ ബിസിനസ് പർപ്പസിനും ഉപയോഗിക്കും. അതായത് കുറേ സാധനങ്ങളൊക്കെ കുതിരവണ്ടിയിലൊക്കെ ആളുകൾ കടത്തിക്കൊണ്ടുപോയി വിൽക്കും വാങ്ങുകയൊക്കെ ചെയ്യും. ഡോഗ്, ഗാർഡിങ്, ഇത് നമ്മുടെ വീടൊക്കെ കാവൽ നിൽക്കും. പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്ക് നമ്മൾ വളർത്തും, ഒരു കൗതുകത്തിന്. സെക്യൂരിറ്റി, നമുക്ക് നല്ല സുരക്ഷ തരും ഡോഗ്, നായ. ഇനി അടുത്ത ചോദ്യം ടൈനി ക്രീച്ചേഴ്സാണ്, ചെറിയ ജീവികൾ. ബിഗ് ജിയാൻസ്, വലിയ ജീവികളെ ജിയാൻസ് എന്ന് പറയുന്നു, ജാൻറ്റ് എന്നും പറയുന്നു. നോക്കൂ, സ്മാൾ ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ഹണിബി, തേനീച്ച, ഓൺസ്, ഉറുമ്പുകൾ, മില്ലിപ്പീഡ്, മണ്ണിര, സെൻറ്റിപ്പീഡ്, പഴുതാര. ഇവരൊക്കെ എവിടെ കാണപ്പെടുന്നത്? സി ഇൻ ദ സോയിൽ, മണ്ണിൽ കാണപ്പെടുന്നു. ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ കാണപ്പെടുന്നു. ഇൻ ട്രീസ്, മരങ്ങളിൽ കാണപ്പെടുന്നു. നിയർ വാട്ടർ ബോഡീസ്, അടുത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ടൈനി ക്രിയേച്ചേഴ്സിനെ, ചെറിയ ജീവികളെ നമ്മൾ കാണുന്നു. വലിയവരെയോ എലിഫാൻറ്റ്, ബ്ലൂ വെയിൽ, ക്രൊക്കഡൈൽ, അവരെയൊക്കെ കാണപ്പെടുന്നത് ഇൻ ഫോറസ്റ്റ്, ഇൻ ദ സീ, ഇൻ ദ റിവർ. ഇൻ ദ ഫോറസ്റ്റ്, ഇൻ ദ സീ, ഇൻ ദ റിവർ. കാട്ടിലും കടലിലും പുഴയിലുമൊക്കെയാണ് ഈ വലിയ ജീവികളെ നമുക്ക് കാണാൻ കഴിയുക. ആനയെയും നീലത്തിമിംഗലത്തെയും മുതലയെയും. നോക്കൂ മക്കളെ, അനിമൽസ് ഡിഫർ ഇൻ എന്ന് വച്ചാൽ എന്താണ്? മൃഗങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തിലൊക്കെ? കളർ, സ്പോട്ട്സ്, സൈസ്, ഷേപ്പ്. കളറിൽ വ്യത്യാസമുണ്ട്, സ്പോട്ട്സ് പുള്ളികളിൽ വ്യത്യാസമുണ്ട്, സൈസ് അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്, ആകൃതിയിൽ, ഷേപ്പ് ഒക്കെ വ്യത്യാസം കാണപ്പെടുന്നു. എല്ലാ മൃഗങ്ങളും ഒരുപോലെ അല്ല. ദേ ആർ നോട്ട് ഇൻ ദ സെയിം സൈസ് ഓർ സെയിം കളർ ഓർ സെയിം ഷേപ്പ്. ഗിവ്സ് പിക്ചർ ഓഫ് ബോഡി പാർട്സ്, അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് കുറച്ച് പിക്ചേഴ്സ് തരും. ആനയുടെ കാല്, മയിലിൻ്റെ വാല്, താറാവിൻ്റെ കൊക്ക്, താറാവിൻ്റെ കാല്, ഇവയൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ പിക്ചറിൻ്റെ താഴെ ഉത്തരം എഴുതണേ. ഗിവ്സ് പിക്ചേഴ്സ് ഓഫ് ബോഡി പാർട്സ് ഓഫ് അനിമൽസ് നിങ്ങൾ കണ്ടെത്തണം. അടുത്തതായിട്ട് സീ ക്രിയേച്ചേഴ്സ്, കടലിലുള്ള ജീവികളാണ് കേട്ടോ. സീ ഹോഴ്സ്, കടൽ കുതിര. സീ ഹെഡ്ജ് ഹോഗ്, കടലിൽ കാണുന്ന മുള്ളമന്നി. സീ കുക്കുംബർ, കടൽ കുക്കുംബർ, വെള്ളരി, കടൽ വെള്ളരി. സീ കൗ, കടൽ പശു. ഇതൊക്കെ നിങ്ങൾക്ക്
സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ അവയുടെ പിക്ചേഴ്സൊക്കെ വരും. അത് നിങ്ങളെടുത്ത് കാണുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലെ ജീവികളാണ്, സീ ക്രിയേച്ചേഴ്സാണ് കേട്ടോ, ചെറിയ ജീവികളാണ്. അതുകൂടാതെ തന്നെ കടലിൽ ഒരുപാട് ജീവികളുണ്ട്, അതൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ബ്ലൂ വെയിൽ ഗിവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. പ്രസവിക്കുന്ന മത്സ്യമാണ് ആര്? ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം പ്രസവിക്കുകയാണ് ചെയ്യുക. ബാറ്റ്, വവ്വാലും പ്രസവിക്കുകയാണ് ചെയ്യുക. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൂവ്മെൻറ്റ് ഓഫ് അനിമൽസ്. അനിമൽസ് എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് നോക്കാം. വാക്കിംഗ് അനിമൽസ്, ക്രോളിംഗ് അനിമൽസ്, ഫ്ലൈയിങ് അനിമൽസ് ആൻഡ് സ്വിമ്മിങ് അനിമൽസ്, ജമ്പിങ് അനിമൽസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നടക്കുന്നു, ഇഴയുന്നു, പറക്കുന്നു, നീന്തുന്നു അനിമൽസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ, ജീവികളെയൊക്കെ പരിചയപ്പെട്ടാലോ. വാക്കിംഗ് അനിമൽസ് ആരൊക്കെയാണ്? ലയൺ, ടൈഗർ, ഹ്യൂമൻ. മനുഷ്യരും കടുവയും സിംഹമൊക്കെ നടക്കുകയാണ് ചെയ്യുക. ക്രോളിംഗ് അനിമൽസ്, ഇഴയുന്നവരാരൊക്കെയാണ്? സ്നേക്ക്, മില്ലിപ്പീഡ്, സെൻറ്റിപ്പീഡ്, സ്നെയിൽ. പാമ്പും മണ്ണിരയും പഴുതാരിയും ഒച്ചുമൊക്കെ ഇഴയുകയാണ് ചെയ്യുക. ആരൊക്കെയാണ് ഇവിടെ പറക്കുന്നവർ? ക്രോ, കാക്ക, തത്ത, കുരുവി, കഴുകൻ. ക്രോ, പാരറ്റ്, സ്പാരോ ആൻഡ് ഈഗിൾ ആർ ഫ്ലൈയിങ് അനിമൽസ്. സ്വിമ്മിങ് ആരാണ്? ഫിഷ്, ടോർട്ടോയ്സ്, ഡക്ക്. ആമയും മീനും താറാവും ഒക്കെ എന്ത് ചെയ്യുന്നു? നീന്തുന്നു. അപ്പം മൃഗങ്ങളുടെ സഞ്ചാര രീതി ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് നോക്കൂ, ബോഡി ഫീച്ചേഴ്സ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, ബോഡി ഫീച്ചേഴ്സ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ശരീരത്തിനുള്ളത് എന്ന് നോക്കാം ജീവികളുടെ. ഹോഴ്സ് ഹാസ് ലിംസ്. കാലുകളുണ്ട്, 4 കാലുകളുണ്ട് കുതിരയ്ക്ക്. അതുകൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ശക്തിയായി ചവിട്ടുകയാണ് ചെയ്യുക അല്ലേ. വാക്ക് ചെയ്യും, നടക്കും, റൺ, ഓടും. സ്നേക്കോ ഹാസ് നോ ലെഗ്. കാലുണ്ടോ? കാലും കയ്യും ഒന്നും ഇല്ലാത്ത ജീവിയാണ് സ്നേക്ക്, പാമ്പ്. ക്രോൾസ് ആൻഡ് സ്വിംസ്. ഇഴയും ചെയ്യും, നീന്തുകയും ചെയ്യും. ബേർഡോ ഹാസ് വിങ്സ്. പക്ഷിക്ക് ചിറകുകളുണ്ട്, അത് പറക്കുന്നു, ഫ്ലൈസ്. ഫിഷ്, മീനിനോ ഹാസ് ഗിൽസ്. ചെകിളപ്പൂക്കൾക്കാണ് നമ്മൾ ഗിൽസ് എന്ന് പറയുക കേട്ടോ. അപ്പം മീനിന് ഹാസ് ഗിൽസ്, ചെകിളപ്പൂക്കളുണ്ട്. സ്വിംസ്, മീന് നീന്തുന്നു. എലിഫൻറ്റോ ഹാസ് എ ട്രങ്ക്. തുമ്പിക്കൈയൊക്കെ ഉണ്ട് അല്ലേ, കൊമ്പുകളുമൊക്കെ ഉണ്ട്. വാക്സ്, എലിഫൻ്റ് നടക്കുകയാണ് ചെയ്യുക. ലയണോ ഹാസ് ഷാർപ്പ് ടീത്ത്. നല്ല മൂർച്ചയുള്ള പല്ലാണ് ലയണ്. എൻ്റെ ഒരു താടി കൂടിയുണ്ട്, മസ്റ്റാൻ. അപ്പോൾ നടക്കുകയാണ് ചെയ്യാറ് സിംഹം. ടൈഗർ, ടൈഗറിന് എന്താ ഉള്ളത്? ഷാർപ്പ് ടീത്ത്. നല്ല മൂർച്ചയുള്ള പല്ലാണ് ടൈഗറിന് ഉള്ളത്. അടുത്തതായിട്ട് ടൈഗറാണ്. ടൈഗർ ഹാസ് ഷാർപ്പ് ടീത്ത് പറഞ്ഞല്ലോ, മൂർച്ചയുള്ള പല്ലുണ്ട്. സിംഹത്തിന് സടയുണ്ട്, താട. മസ്റ്റാഷ് എന്നാണത് പറയുക, MOUSTACH. അത് രണ്ടുപേരും വാക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അനിമൽസും ഫുഡും നോക്കാം. സ്ക്യൂറൽ എന്താ തിന്നുന്നത്? അണ്ണാൻ, നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്. നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സൊക്കെയാണ് അണ്ണാൻ തിന്നുക, വിത്തുകളും പഴങ്ങളും പരിപ്പുകളും ഒക്കെ. കൗവോ ഗ്രാസ്, ഹേ, വൈക്കോലും പുല്ലുമൊക്കെയാണ് കൗ തിന്നുക. ക്രോയോ, കാക്കയോ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, ഫുഡ് സ്ക്രാപ്സ്. ഗ്രെയിൻസ് ധാന്യങ്ങൾ, ഫ്രൂട്ട്സ് പഴങ്ങൾ, ഇൻസെക്ട്സ് ചെറുപ്രാണികൾ, ഫുഡ് സ്ക്രാപ്സ് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ആരാ തിന്നുക? ക്രോ, കാക്ക. എലിഫൻ്റ് എന്താ തിന്നുക? പാം ലീഫ് തിന്നും അല്ലേ, പട്ട. അതുകൂടാതെ ഗ്രാസ്, പുല്ല്, ലീവ്സ്, ഇലകൾ, ഫ്രൂട്ട്സ് പഴങ്ങളൊക്കെ എലിഫൻ്റ് കഴിക്കും. ആന കഴിക്കും. സ്ക്യൂറൽ ഞാൻ 2ാമത്തെ തവണ എഴുതിയിട്ടുണ്ട്, സോറി. ഹെൻ, കോഴി ഗ്രെയിൻസും ഇൻസെക്ട്സും ധാന്യങ്ങളും ചെറുപ്രാണികളെയും കോഴി തിന്നും. ഈഗിളോ ഫിഷ് സ്മാൾ അനിമൽസ്, മീനും ചെറിയ അനിമൽസിനെയും ഈഗിൾ തിന്നും. കിങ് ഫിഷറോ ഫിഷ് സ്മാൾ അനിമൽസ് ഇൻസെക്ട്സ്, മീനും ചെറിയ പ്രാണികളെയും ഒക്കെ തിന്നും കിങ് ഫിഷർ, പൊന്മാൻ. ഫ്രോഗോ ഇൻസെക്ട്സ്, തവള തൻ്റെ വലിയ നാവൊക്കെ നീട്ടി ചെറിയ പ്രാണികളെ ഇൻസെക്ട്സിനെ കഴിക്കും. ലയണോ മീറ്റ് അതർ അനിമൽസ്, മറ്റ് അനിമൽസിനെയൊക്കെ തിന്നലാണ് നമ്മുടെ സിംഹത്തിൻ്റെ പണി. ക്യാറ്റോ ഫിഷും മീറ്റും മിൽക്കും, ചിലപ്പോൾ ക്യാറ്റ് മിൽക്ക് കുടിക്കും അല്ലേ, നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് പാൽ കുടിക്കും. മീറ്റ് ഇറച്ചി തിന്നും. ഫിഷ് മീനാണ് ഇഷ്ടം പൂച്ചയ്ക്ക്. ഫോക്സോ മീറ്റാണ് തിന്നുക, ഇറച്ചി. ഹണിബിയോ നെക്ടാർ, പൂക്കളിലെ തേനിനെയാണ് നെക്ടാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹണിബി അതാണ് കഴിക്കുക, എന്നിട്ട് അത് തന്നെ കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുന്ന തേനാണ് നമ്മൾ കുടിക്കുക. നല്ല ടേസ്റ്റാണ് തേനിന്, ഔഷധ ഗുണവുമാണല്ലേ. വെയിൽ നീലത്തിമിംഗലം എന്താണ് കഴിക്കുക? പലർക്കുമുള്ള സംശയമാണല്ലേ.
ക്രിൽ, കടൽ ജന്തുക്കളെയാണ് ക്രിൽ എന്ന് പറയുന്നത്. അതവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഫിഷ്, ചെറിയ ചെറിയ മീനുകളെ കൂടി ഈ വേൽ കഴിക്കും. ഓണ്ടോ, ഉറുമ്പോ, ഗ്രെയിൻസ്, ഷുഗർ ഫുഡ്സ്, അതായത് ധാന്യങ്ങളെയും പഞ്ചസാര കൂടുതലുള്ള ഫുഡുമാണ് ഉറുമ്പിനിഷ്ടം. ആൻഡ് ലയൺ, എന്താണ് ആൻഡ് ലയൺ എന്ന് പറഞ്ഞാൽ? യെസ്, കുഴിയാനയാണ് ആൻഡ് ലയൺ എന്ന് പറയുന്നത്. കുഴിയാന എന്താ തിന്നുക? സ്മാൾ ഇൻസെക്ട്സ്, ചെറിയ ജീവികളെയും എസ്പെഷ്യലി ആൺസ്, പ്രത്യേകിച്ചും ഉറുമ്പുകളെയാണ് കുഴിയാന തിന്നുന്നത്. അങ്ങനെ നമ്മുടെ 2ാമത്തെ പേജ് കഴിഞ്ഞു. ഇനി 3ാമത്തെ പേജിലേക്ക് കടക്കാം. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ്, അതായത് സസ്യങ്ങളുടെ ഭാഗങ്ങളെ മാത്രം തിന്നുന്ന ജീവികളെ എന്ത് വിളിക്കുന്നു? ഹെർബിവോഴ്സ്. ഇതുപോലെ തന്നെ കാണാതെ പഠിക്കണേ, ബൈഹർട്ടാകണേ. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ്, ഹെർബിവോഴ്സ്, സസ്യഭോജികൾ. എന്താണ് കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ? ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ്, ഇറച്ചി മാത്രം തിന്നുന്നവർ. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, ഒരേപോലെ ഇറച്ചിയും ചെടികളും തിന്നുന്നവരാണ് ഓംനിവോഴ്സ്, മിശ്രഭോജികൾ. ഇത് 3ഉം കാണാതെ പഠിക്കണേ. അടുത്തത് ക്യാച്ചിങ് പ്രേസ്. ഇരകളെ എങ്ങനെയാണ് ജീവികൾ പിടിക്കുന്നത് നോക്കാം. ബോഡി പാർട്ട് ഏതാണ്? ബീക്ക്. കൊക്കുകൊണ്ട്, ഡക്ക് കൊക്കുകൊണ്ട് പിടിക്കും ഇരകളെ. ഫ്രോഗാണെങ്കിലോ ടങ്, നാവ് കൊണ്ടാണ് പിടിക്കുക. ലയണോ ഷാർപ്പ് ടീത്ത് ആൻഡ് നെയിൽ, നഖങ്ങളും കൂർത്ത പല്ലുകളും ഒക്കെ ഉപയോഗിച്ചാണ് സിംഹം ഇരകളെ പിടിക്കുക. ഈഗിൾ, കഴുകനോ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബിഗ്സ്, നല്ല ശക്തിയുള്ള മൂർച്ച കൂടിയ കൊക്കുകൾ കൊണ്ടാണ് ഈഗിൾ ഇരകളെ പിടിക്കുക. ഷാർപ്പ് ബെൻഡ് ക്ലാ, അതിൻ്റെ കാലിലെ നഖങ്ങളും അതിങ്ങനെ വന്ന് ഇറുക്കി പിടിക്കൂലേ, അതിനാണ് ഷാർപ്പ് ബെൻഡ് ക്ലാസ്, നഖങ്ങൾ എന്ന് പറയുന്നത്. മൗത്ത് ആൻഡ് ടീത്ത്, വായും പല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്നേക്ക് ഭക്ഷണം കഴിക്കാറ്. മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? മലമ്പാമ്പ് എങ്ങനെയാണ് കഴിക്കുക? ജീവിയെ ആദ്യം മുറുക്കി പിടിച്ച് കൊല്ലും, എന്നിട്ടാണ് മലമ്പാമ്പ് അതിനെ വിഴുങ്ങുക. സ്പാരോൻ്റെ ബീക്ക് ഉപയോഗിച്ചാണ് സ്പാരോ ഇരകളെയൊക്കെ പിടിക്കുക. ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ സ്പാരോ പിടിച്ച് തിന്നും. അടുത്തത് ലൈഫ് സ്റ്റേജ് ഓഫ് എ ബട്ടർഫ്ലൈ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിച്ചിരിക്കും. അതായത് പൂമ്പാറ്റയുടെ ജീവിതചക്രം. നോക്കൂ, ബട്ടർഫ്ലൈ പൂമ്പാറ്റ പറന്നു പോയി എഗ്സ്, ചെടികളുടെ ഇലകളുടെ അടിയിൽ മുട്ടയിടുന്നു. അതിനുശേഷം മുട്ടകളൊക്കെ വിരിഞ്ഞ് ലാർവയാകുന്നു, പുഴുവാകുന്നു. ആ പുഴുക്കളൊക്കെ വലുതായി പ്യൂപ്പയാകുന്നു. അതിങ്ങനെ സ്വയം ഒരു മുഖം മൂടി അണിഞ്ഞ് അങ്ങനെ തൂങ്ങിക്കിടക്കും. അതിനാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. പ്യൂപ്പ പിന്നീട് എന്താവും? ബട്ടർഫ്ലൈ ആയി മാറും. അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സർക്കിളാണിത്, ജീവിതചക്രമാണിത്. പൂമ്പാറ്റ, മുട്ടകൾ, പുഴു, പ്യൂപ്പ, പിന്നീട് വീണ്ടും ബട്ടർഫ്ലൈ, എഗ്സ്, ലാർവ, പ്യൂപ്പ, എഗെയിൻ ബട്ടർഫ്ലൈ. ഇനി ഇത് കൂടാതെ കുറേ ബട്ടർഫ്ലൈസിൻ്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നെയിം ഓഫ് ബട്ടർഫ്ലൈസ് അതേതൊക്കെയാണെന്ന് നോക്കാം. ലൈഫ് സ്റ്റേജ് ഓഫ് എ ബട്ടർഫ്ലൈ പഠിച്ചു കഴിഞ്ഞു. ഇനി നെയിം ഓഫ് ബട്ടർഫ്ലൈസ് ആണ് പഠിക്കുന്നത്. ട്വാനിക്കോസ്റ്റർ, തീച്ചിറകൻ പൂമ്പാറ്റേനെയാണ് ഇംഗ്ലീഷിൽ ട്വാനിക്കോസ്റ്റർ എന്ന് പറയുന്നത്. കോമൺ പിയററ്റ്, നാരകക്കാളി. ബ്ലൂ ടൈഗർ, നീലക്കടുവ. ക്രിംസൺ റോസ്, ചക്കരശലഭം. ലെമൺ പാൻസി, പുള്ളിക്കുറുമ്പൻ. കോമൺ മോർമൺ, നാരകക്കാളി. നാരകത്തിലാട്ടോ മുട്ടയിടുക, അതുകൊണ്ടാണ് നാരകക്കാളി എന്നറിയപ്പെടുന്നത്. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ ഓർക്കിഡിനും അതിലും ഇതിലും ഒക്കെ പോയി തേൻ കുടിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർ ഈ പൂമ്പാറ്റകളുടെ പേരൊക്കെ മറക്കാതെ പഠിക്കണേ. ട്വാനിക്കോസ്റ്റർ, കോമൺ പിയററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ് ആൻഡ് ലെമൺ പാൻസി, കോമൺ മോർമൺ. ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഏതാണ്? ഈ ലോകത്തിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഉണ്ട്, കേരളത്തിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെയാണ് പഠിക്കുന്നത് കേട്ടോ. ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള ഇസ് ഗരുഡശലഭം. അവൻ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സദേൺ ബേർഡ് വിങ്. സ്മാളസ്റ്റ് ഏതാണ്? ഗ്രാസ് ജ്വൽ, രത്നനീലി, ഗ്രാസ് ജ്വൽ. ആ പൂമ്പാറ്റയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ പൂമ്പാറ്റ. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക പൂമ്പാറ്റ ഏതാണ്? ഒഫീഷ്യൽ ബട്ടർഫ്ലൈ മലബാർ ബാൻഡഡ് പീകോക്ക് അല്ലെങ്കിൽ ബുദ്ധമയൂരി. അതാണ് കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ. അപ്പോൾ മക്കളെ, ഇതാ ലാസ്റ്റ് പേജ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റ ഏതാണെന്ന് അറിയാമോ?
വേൾഡ്സ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഈസ് ക്യൂൻ അലക്സാണ്ട്ര. ലോകത്തിലെ ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ അറിയാമോ? വേൾഡ്സ് സ്മാളസ്റ്റ് ബട്ടർഫ്ലൈ ഈസ് വെസ്റ്റേൺ പിഗ്മി ബ്ലൂ. വെസ്റ്റേൺ പിഗ്മി ബ്ലൂ, അത് തന്നെയാണ് അതിൻ്റെ മലയാളവും. ദ ബട്ടർഫ്ലൈ ദാറ്റ് ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്. അതായത് സിട്രസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നാരക മരത്തിൽ മുട്ടിടുന്ന പൂമ്പാറ്റ ഏതാണ്? യെസ്, കോമൺ മോർമൺ, നാരകക്കാളി. ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ. അടുത്ത പാഠം ഇവിടെയാണ് കേട്ടോ തുടങ്ങുന്നത്. അടുത്ത പാഠത്തിൽ നിന്ന് ഒരു 3-4 ചോദ്യം പ്രതീക്ഷിക്കുന്നു. വരുമെന്ന് തോന്നുന്നില്ല, എങ്കിലും നമ്മളത് പഠിച്ചു വയ്ക്കുക. ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ. മഴ അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? യെസ്, റെയിൻ ഗേജ്. അത് കാണാതെ തന്നെ പഠിക്കണേ. ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ ഇസ് നോൺ ആസ് റെയിൻ ഗേജ്. ആവർത്തിച്ച് പഠിക്കണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ഗ്ലാസ് ബോട്ടിലും ഒരു ഫണലും ഒരു സ്കെയിലും ഉണ്ടെങ്കിൽ നമുക്ക് മഴ അളക്കാം. മഴ പെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ബോട്ടിൽ വയ്ക്കുക, തുറന്ന് വയ്ക്കുക, ഫണലിടുക, അതിലൂടെ വെള്ളം ഓരോ ദിവസവും എത്ര മഴ പെയ്തു എന്ന് സ്കെയിൽ വെച്ച് അളക്കുക. അതൊക്കെ കൂട്ടുകാരുടെ ടീച്ചേഴ്സ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് നോക്കാം. അതായത് കാസർഗോഡും കർണാടകയിലുമുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? യെസ്, ടണൽ ഉപയോഗിച്ച് ഭൂമിക്കടിയിലൂടെ പോകുന്ന വെള്ളത്തേക്ക് പുറത്തു കൊണ്ടുവരും. ആ മെത്തഡിന് അവർ പറയുന്ന പേരാണ് സുരംഗ. ഇംഗ്ലീഷിൽ നോക്കാം. ദ മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ്. വർഷങ്ങളായി കളക്ട് ചെയ്യണം കേട്ടോ അവർ. ആൻഡ് കർണാടക ഇസ് നോൺ ആസ് സുരംഗ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ബ്രിങ്ങിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ്. അപ്പോൾ അത് കാണാതെ പഠിക്കുമല്ലോ. കെണി, വെൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരളം. കേരളത്തിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന മെത്തഡാണ്, വെള്ളം സൂക്ഷിക്കുന്ന മെത്തഡാണ് കെണി, അതായത് വെൽ, കിണർ. ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോവ്ഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. അത് വൂഫല്ല, വുഡാണ് കേട്ടോ, WOOD. അതായത് മരത്തിൻ്റെ വലിയ മരത്തിൻ്റെ തുണ്ടുകൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിണറിനെയാണ് കെണി എന്ന് പറയുന്നത് കേട്ടോ. ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോവ്ഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. അത് തേക്കിൻ്റെയാണ് കാണാൻ സാധിക്കുക. പറമ്പിക്കുളത്തൊക്കെ അത് ആദിവാസികൾ വലിയ തേക്കിൻ്റെ തടികൾ കൊണ്ട് അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് വെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഫാമിംഗ്, വാഷിംഗ്, ഡ്രിങ്കിങ്, ബാത്തിങ്, ഇലക്ട്രിസിറ്റി, കുക്കിംഗ്, ബ്രീത്തിങ്, ഇതിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു. മീനിന് ശ്വസിക്കണമെങ്കിൽ വെള്ളത്തിലേ പറ്റൂ അല്ലേ? അപ്പോൾ ബ്രീത്തിങ്ങിന് വെള്ളം സഹായിക്കുന്നു, കുക്കിംഗ് പാചകത്തിന് സഹായിക്കുന്നു, ഇലക്ട്രിസിറ്റി വൈദ്യുതി നമുക്ക് ലഭിക്കണമെങ്കിൽ വെള്ളം വേണം, ബാത്തിങ് നമുക്ക് കുളിക്കണമെങ്കിൽ വെള്ളം വേണം, ഡ്രിങ്കിങ് കുടിക്കണമെങ്കിൽ വെള്ളം വേണം, വാഷിംഗ് നമുക്ക് കുളിക്കണമെങ്കിലും കഴുകണമെങ്കിലും ഒക്കെ വെള്ളം വേണം, ഫാമിംഗ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന അതുപോലെ കൃഷിയിലൂടെ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങൾക്കും ആര് വേണം? വെള്ളം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 2.5 പാഠം 3 പേജിലായിട്ട് ഒതുക്കി. ഇനി അത് കൂട്ടുകാർ ഇരുന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ ഫോട്ടോ കൂടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ചേർക്കാം. മക്കളെ, ഓൾ ദ ബെസ്റ്റ്.